കേരളത്തിൻ്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയിൽ ഐതിഹാസികമായ കുതിരാൻ കയറ്റം സ്ഥിതി ചെയ്യുന്നു. കുത്തനെയുള്ളതും വളഞ്ഞു പുളഞ്ഞതുമായ ഒരു മലഞ്ചെരുവാണിത്. യാത്രക്കാർ വളരെ കാലമായി ഭയപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പാതയാണിത്. ഇത് വെറും ഒരു റോഡല്ല, വിശ്വാസത്തിൻ്റെയും അപകടത്തിൻ്റെയും പുരോഗതിയുടെയും കഥയാണ്. പതിറ്റാണ്ടുകളായി കുതിരാൻ ചുരം അതിൻ്റെ അപകടകരമായ വളവുകൾക്കിടയിലുള്ള മണ്ണിടിച്ചിൽ, വലിയ ഗതാഗത കുരുക്ക് എന്നിവയ്ക്ക് കുപ്രസിദ്ധമായിരുന്നു. ട്രക്ക് ഡ്രൈവർമാർ അതിനെ ഭയപ്പെട്ടു, യാത്രക്കാർ അതിനെ ശപിച്ചു. തൃശ്ശൂരിനെയും പാലക്കാടിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന ഹൈവേയിലും വിപുലീകരണത്തിലൂടെ കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു തടസ്സമായിരുന്നു അത്. എന്നാൽ ഈ കുന്നുകളുടെ ഉള്ളിൽ ശാന്തതയും ഭക്തിയും നിറഞ്ഞ ഒരു സ്ഥലമാണ് ശിവന് സമർപ്പിച്ചിരിക്കുന്ന കുതിരാൻ മഹാദേവ ക്ഷേത്രം. റോഡരികിൽ ഏതാണ്ട് അദൃശ്യമായി മറഞ്ഞിരിക്കുന്ന ഈ ക്ഷേത്രം വളരെ കാലമായി സഞ്ചാരികൾക്ക് ഒരു ആത്മീയ നങ്കൂരമാണ്. മലക്കയറ്റത്തിലൂടെ സുരക്ഷിതമായ യാത്രയ്ക്കായി പ്രാർത്ഥിക്കാൻ നാട്ടുകാരും ഡ്രൈവർമാരും ഒരുപോലെ ഇവിടെ നിർത്തുന്നു. വലിപ്പം കുറവാണ് എങ്കിലും ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യമാണ് ഈ ഭാഗത്തിന് കുതിരാൻ എന്ന പേര് ലഭിച്ചത്. ചുരം കാക്കുന്ന കുതിരത്തലയുള്ള ഒരു ദേവൻ്റെ പഴയ ഇതിഹാസത്തിൽ നിന്നാണ് ഈ പേര് വന്നതെന്ന് ചിലർ പറയുന്നു. പിന്നെ ഒരു ധീരമായ പരിഹാരം വന്നു, കുതിരാൻ തുരങ്കം. വർഷങ്ങളുടെ കാലതാമസത്തിനും രാഷ്ട്രീയ തടസ്സങ്ങൾക്കും ശേഷം 2010കളിൽ നിർമ്മാണം വേഗത കൈവരിച്ചു. പശ്ചിമഘട്ടത്തിലൂടെയുള്ള ഡ്രില്ലിംഗ് ചെറിയൊരു കാര്യമല്ലായിരുന്നു, പക്ഷേ ദൗത്യം വ്യക്തമായിരുന്നു: അപകടകരമായ കയറ്റം എന്നേക്കുമായി മറികടക്കുക. ഇന്ന് കുതിരാൻ തുരങ്കം കേരളത്തിലെ ആദ്യത്തെ വാഹന റോഡ് തുരങ്കമായി നിലകൊള്ളുന്നു. ആധുനിക എഞ്ചിനീയറിംഗ് അത്ഭുതം തൃശ്ശൂരിനും പാലക്കാടിനുമിടയിലുള്ള യാത്രാ സമയം ഗണ്യമായി കുറച്ചു. ഇപ്പോൾ ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ 900 മീറ്ററിലധികം നീളമുള്ള 2 സമാന്തര പാതകളിലൂടെ കടന്നുപോകുന്നു. ഒരു കാലത്ത് എല്ലാ യാത്രക്കാരെയും പരീക്ഷിച്ചിരുന്ന കുന്നുകൾക്കടിയിൽ കൂടി. ഒരു കാലത്ത് കുപ്രസിദ്ധമായിരുന്ന കുതിരാൻ കയറ്റം ഇപ്പോൾ ഒരു ഭീഷണിയല്ല, മറിച്ച് ഒരു ഓർമ്മ മാത്രമാണ്. നിങ്ങൾ കുതിരാനിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കഥകളുണ്ടെങ്കിൽ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പങ്കിടുക. ഇന്ത്യയുടെ മറഞ്ഞിരിക്കുന്ന കഥകളിലൂടെയുള്ള കൂടുതൽ യാത്രകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.